നമസ്കാരം. രാജ്യത്തില്ലാത്ത LPG ക്ഷാമമുണ്ടെന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ വിവിധ കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ട്. അത് കരിഞ്ചന്തക്കാരാകാം, അല്ലെങ്കിൽ രാജ്യത്ത് കുഴപ്പങ്ങൾ ഏത് മാർഗത്തിലൂടെയും സൃഷ്ടിക്കണമെന്ന് കരുതി പ്രവർത്തിക്കുന്ന സംഘങ്ങളാകാം, കമ്മ്യൂണിസ്റ്റുകാരാകാം, ചുടാപ്പികളാകാം, കോൺഗ്രസ്സുകാരാകാം, തൃണമൂൽ കോൺഗ്രസ്സുകാരാകാം. ഇതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ അവരുടെയൊക്കെ നടപടികളും പ്രസ്താവനകളും കാണുമ്പോൾ എന്തിന് മാധ്യമങ്ങൾ പോലുമാകാം ഒരു അനാവശ്യമായ ഭീതി ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കുവാൻ തക്ക രീതിയിലുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ പ്രക്ഷേപണം ചെയ്യുന്ന മാധ്യമങ്ങൾ വരെയാകാം. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുടെ ഒരു സമൂഹം നിലനിൽക്കുന്ന ഭാരതത്തിൽ കരിഞ്ചന്ത കൂടി ഉണ്ടാക്കുവാനുള്ളൊരു ശ്രമം നടത്തിയാലോ? അതായത് LPG ഗ്യാസുകൾക്ക് കൃത്രിമമായ ക്ഷാമം സൃഷ്ടിച്ച് ഗാർഹികമായ LPG ഗ്യാസുകളുടെ കാര്യമാണ് പറയുന്നത്. അത്തരത്തിലുള്ളൊരു ശ്രമങ്ങൾ നടന്നാലോ? അത്തരത്തിലുള്ളൊരു ശ്രമം ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വ്യാപകമായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ പോലുള്ള സംസ്ഥാനങ്ങളിൽ വ്യാപകമായ റെയ്ഡുകൾ സംസ്ഥാന സർക്കാർ ഇത് സംബന്ധിച്ച് നടത്തുകയും നിരവധി വീടുകളിൽ നിന്ന് LPG സിലിണ്ടറുകൾ പൂഴ്ത്തിവയ്ക്കപ്പെട്ട നിലയിൽ കണ്ടെടുക്കുകയും അത് ചെയ്ത വ്യക്തികൾക്കെതിരെ കൃത്യമായ നടപടികൾ എടുക്കുകയും ചെയ്തു വരുന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു സംഭവം നടന്നത് ഇന്നലെയാണ്. ബീഹാറിലെ ഫോബ്സ്ഗഞ്ച് മേഖലയിലുള്ള സാബിർ അൻസാരി എന്ന വ്യക്തിയുടെ വീട്ടിൽ നിന്നും ആ വീട്ടിനടുത്ത് തന്നെ അയാളുടെ ഉടമസ്ഥതയിലുള്ള കടയിൽ നിന്നും സാബിർ അൻസാരിയും അയാളുടെ മകൻ ഇമ്രാൻ അൻസാരിയും ചേർന്ന് പൂഴ്ത്തി വെച്ചിരുന്നത് 250ഓളം ഗാർഹിക LPG സിലിണ്ടറുകളായിരുന്നു. അത് പോലീസ് ഇവരിത് കരിഞ്ചന്തയിൽ വില കൂട്ടി വിൽക്കുന്നു എന്നുള്ള രഹസ്യ വിവരം ലഭിച്ച പോലീസ് റെയ്ഡ് നടത്തുകയും 250ഓളം സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും 250ഓളമല്ല, കൃത്യമായിട്ട് തന്നെ അവർ പട്ന പോലീസ് കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 250 LPG ഗ്യാസ് സിലിണ്ടറുകൾ പിടിച്ചെടുക്കുകയും സാബിർ അൻസാരിയും മകൻ ഇമ്രാൻ അൻസാരിയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് അതിന് മുൻപോട്ടുള്ള ദിവസങ്ങളിലും ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ അത്ര വ്യാപകമല്ല, കാരണം യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ചുള്ള ഒരു ഭയം ഒരല്പം വലുതാണ്. പക്ഷേ നിതീഷ് കുമാറിനെ സംബന്ധിച്ച് അത്രത്തോളം ഒരു ഭയം ബീഹാറികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സാബിർ അൻസാരിമാരുടെ ഇടയിൽ അല്ലെങ്കിൽ ഇമ്രാൻ അൻസാരിമാരുടെ ഇടയിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ അത്ര വ്യാപകമായി നടക്കുന്നില്ല, ബീഹാറിൽ ഇത് വ്യാപകമായി നടക്കുന്നുണ്ട്. പക്ഷേ ഇത് ഒരു കരിഞ്ചന്ത കച്ചവടത്തിന് വേണ്ടി മാത്രമാണോ സാബിർ അൻസാരിയും ഇമ്രാൻ അൻസാരിയും ഇത് പൂഴ്ത്തി വെച്ചത്? അല്ല എന്നാണ് പട്ന പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പട്ന പോലീസ് ഔദ്യോഗികമായ അത്തരത്തിലൊരു കാര്യവും പറഞ്ഞിട്ടില്ല. പക്ഷേ പട്ന പോലീസിൻ്റെ ഉള്ളിലുള്ള പട്ന പോലീസിലുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് പറയുന്നത് ഇതൊരു കുഴപ്പം സമൂഹത്തിൽ സൃഷ്ടിച്ച്, ഒരു അരക്ഷിതാവസ്ഥ സമൂഹത്തിൽ സൃഷ്ടിച്ച് ഭാരതത്തിൻ്റെ മൊത്തം ഒരു സന്തുലിതാവസ്ഥയുടെ നാശം അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ തെറ്റിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരുമാണെന്നല്ല പറയുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്നതിൽ ചിലരെങ്കിലും, അതും പ്രമുഖരായ ചിലരെങ്കിലും. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ രാജ്യത്ത് ഏത് മാർഗത്തിലൂടെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ അസ്ഥിരപ്പെടുത്തി അതിലൂടെ തന്നെ രാജ്യത്തിൻ്റെ സുരക്ഷയെ തന്നെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി പുറമേ നിന്നുള്ള ശക്തികളുടെ ചട്ടുകങ്ങളായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന നിരവധി സംഘങ്ങളുണ്ട്. അത് ഒരുപക്ഷെ ജോർജ് സോറോസിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും പിണിയാളായി പ്രവർത്തിക്കുന്ന പപ്പുമാരാകാം, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളുടെ പിണിയാളുകളായി പ്രവർത്തിക്കുന്ന ആളുകളാകാം. വെറുതെ പറയുന്നതല്ല, ജെയ്ഷെ മുഹമ്മദ് എന്നുള്ളൊരു പേര് വെറുതെ ഞാൻ പറഞ്ഞതല്ല. ഇക്കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് 7 പേര് ജെയ്ഷെ മുഹമ്മദിൻ്റെ ആശയങ്ങൾ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇടയിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള പേരിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവർ ജെയ്ഷെ മുഹമ്മദിൻ്റെ സജീവ പ്രവർത്തകർ തന്നെയാണ്. അവിടെയും സ്ഥിരീകരിക്കാത്ത ചില വിവരങ്ങളുണ്ട്. ഇതെല്ലാം സ്ഥിരീകരിച്ച് വരുമ്പോഴത്തേക്കും മിക്കവാറും അവരെല്ലാം തിഹാർ ജയിലിൻ്റെ ഇരുളടഞ്ഞ മുറികളിൽ സ്ഥിരമായി എത്തിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഉത്തർപ്രദേശിലായതുകൊണ്ട് ചിലപ്പോൾ വണ്ടികൾ മറിയുവാനും തോക്കറിയാതെ പൊട്ടുവാനും ഒക്കെ സാധ്യതയുണ്ട്. യോഗിയാണ് അവിടെ നിൽക്കുന്നത്. പക്ഷേ സ്ഥിരീകരിക്കാത്ത വിവരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗാസിയാബാദിൽ നിന്ന് പിടിയിലായ ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകർക്ക് ചില കേരള ബന്ധങ്ങളുമുണ്ടെന്നാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പാചകവാതക സിലിണ്ടറുകൾ പൂഴ്ത്തിവെച്ച സംഭവവും ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആളുകൾ ഉത്തർപ്രദേശിൽ നിന്ന് പിടിയിലായ സംഭവം, ഇതിൻ്റെ എല്ലാം ഒരു സമയഘടനയും ഒന്ന് നോക്കുക.
ഒരു കൃത്യമായ സമയങ്ങളിലാണ് ഇതെല്ലാം പ്രത്യക്ഷപ്പെടുന്നത്. ഭാരതത്തിൽ സക്രിയമായ പ്രവർത്തനത്തിലൂടെ പോലീസുകാരും അന്വേഷണ ഏജൻസികളും അവർ പിടികൂടുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ഭാഗ്യമാണ്. കാരണം ഈ ഒരു അവസരത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലും ഇറാനും തമ്മിൽ രൂക്ഷമായ യുദ്ധം നടക്കുകയും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ യാത്ര പൂർണ്ണമായും ഏതാണ്ട് തടസ്സപ്പെട്ട അവസ്ഥയിൽ ലോകത്തിൻ്റെ തന്നെ സമ്പദ് വ്യവസ്ഥ ഒരു ഭയാനകമായ അവസ്ഥയിലേക്ക് കൂപ്പുകുത്തും എന്നുള്ള ഒരു ഭീതി പരക്കെ നിലനിൽക്കുമ്പോൾ ഭാരതം അത്രയൊന്നും വലിയ ആശങ്കകളിലൂടെ അല്ലാതെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് നാം കാണുന്നത്. പക്ഷേ ആശങ്കകൾ സമൂഹത്തിനിടയിൽ സൃഷ്ടിച്ച് ബീഹാറിൽ ഇപ്പോൾ തന്നെ LPG സിലിണ്ടറുകൾക്ക് വേണ്ടിയിട്ട് ഒരു ആവശ്യവുമില്ലാത്ത നീണ്ട ക്യൂകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അത് സർക്കാർ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. എന്നാൽ പോലും ഈ ഒരു കൃത്രിമ ക്ഷാമം സൃഷ്ടിച്ചതിൻ്റെ ചില കുഴപ്പങ്ങൾ ബീഹാറിൽ അങ്ങോളം ഇങ്ങോളം കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇതൊന്ന് ആളിപ്പടർന്നാൽ ഒരുപക്ഷെ തെരുവിൽ പ്രക്ഷോഭങ്ങളായി ഇത് പൊട്ടിപ്പുറപ്പെട്ടേക്കാം. അങ്ങനെയാണ് ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർ ധരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ശ്രമിക്കുന്നവർ ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ള പ്രവൃത്തികൾ അതിപ്പോൾ ഗ്യാസ് സിലിണ്ടറുകളുടെ പൂഴ്ത്തിവെക്കലാകാം, അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദിൻ്റെ ആശയങ്ങളുടെ പ്രചാരണത്തിലൂടെ ഭീകരാക്രമണങ്ങൾ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കുന്നതിലാകാം, അല്ലെങ്കിൽ നേരത്തെ ഇന്ന് തന്നെ മുമ്പ് ഞാൻ ചെയ്തൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ പ്രധാനമന്ത്രിയെയും രാജ്യത്ത് ഇല്ലാത്ത LPG ക്ഷാമം ഉണ്ടെന്നുള്ള രീതിയിൽ പരിഹാസങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിയും BJPയും ഒക്കെ ഇകഴ്ത്തുവാൻ എന്നുള്ള പേരിൽ രാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ശ്രമങ്ങളുമാകാം. ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു രാജ്യത്തെ പൗരനെന്നുള്ള നിലയിൽ എൻ്റെയും പൗരന്മാരെന്നുള്ള നിലയിൽ നിങ്ങളുടെയും കടമയാണെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നു. പക്ഷേ എന്തായാലും സാബിർ അൻസാരിയും ഇമ്രാൻ അൻസാരിയും അവസാനത്തെ ആളുകളല്ല ഈ LPG ഗ്യാസുകൾ പൂഴ്ത്തിവെക്കുവാൻ പോകുന്നത്. അതൊരു പക്ഷേ ബീഹാറിൽ നിന്ന് കേരളത്തിലേക്കും പടർന്നു പിടിച്ചേക്കാം. കേരളത്തിൽ കുറച്ചുകൂടി രഹസ്യമായ രീതിയിൽ ഇത്തരത്തിലുള്ള പൂഴ്ത്തിവെക്കലുകൾ നടത്തുവാൻ അവർക്ക് സൗകര്യങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് കേരളത്തിൽ ദൗർഭാഗ്യവശാൽ നിലവിലുണ്ട്. കാരണം ബീഹാറിൽ ആലോചിക്കുക, NDAയുടെ സർക്കാരാണുള്ളത്. കേരളത്തിൽ അങ്ങനെയുള്ളൊരു സർക്കാരല്ല ഉള്ളത്. പ്രത്യേകിച്ചും രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടായി കാണുവാൻ ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കളുള്ള ഒരു പാർട്ടിയാണ് ഇടതുപക്ഷം, അല്ലെങ്കിൽ ഇടതുപക്ഷ പാർട്ടികൾ. അത്തരത്തിലുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ സ്വാഭാവികമെന്നോണം നടന്നേക്കാം. നാം അതറിയണമെന്ന് പോലുമില്ല. ഈ സാബിർ അൻസാരിമാരും ഇമ്രാൻ അൻസാരിമാരും LPG സിലിണ്ടറുകൾ പൂഴ്ത്തിവെക്കുകയും അത് പോലീസ് കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ കേരളത്തിൽ കൃത്യമായ ഇന്ധനക്ഷാമം, ഗാർഹിക ഇന്ധനക്ഷാമവും കൂടി ഉണ്ടാകും. വാണിജ്യപരമായിട്ടുള്ള ഇന്ധനത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. അതിൻ്റെ ക്ഷാമം ഏതാണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കപ്പെടുമെന്നാണ് അറിയുവാൻ കഴിയുന്നത്. കാരണം ഭാരതത്തിൻ്റെ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാൻ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ വാർത്ത സംബന്ധിച്ച് വിശദമായ വിവരങ്ങളിലേക്ക് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇപ്പോൾ പറയേണ്ട കാര്യം, ഇത്തരത്തിലുള്ള കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയുക എന്നുള്ളൊരു കടമ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ കടമ നാം ചെയ്തില്ലെങ്കിൽ അത്യാവശ്യം ചില കുഴപ്പങ്ങൾ, അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ അവർ വിചാരിക്കുന്ന രീതിയിൽ ഉണ്ടായേക്കാം നമ്മുടെ സമൂഹത്തിൽ. പൂർണ്ണമായ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏക കാരണം കേന്ദ്രത്തിൽ ഭരിക്കുന്ന സർക്കാരാണ്. തന്നെയുമല്ല, ഇത്തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ അവർ ശക്തി സംഭരിച്ച് വെച്ചിരിക്കുന്ന പല സംസ്ഥാനങ്ങളും തന്ത്രപൂർവമായി NDA ഇപ്പോൾ NDAയുടെ ഭരണത്തിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. അതും ഒരു കാരണമാണ്. ആദ്യം പറഞ്ഞ കാരണത്തിൻ്റെ ഒരു ഉപകാരണം മാത്രമാണ്. അപ്പോൾ എന്തായാലും ജാഗ്രതയോടെ ഇരിക്കാം. പൂഴ്ത്തിവെപ്പുകാരെയും കരിഞ്ചന്തക്കാരെയും ഇത്തരത്തിൽ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുവാൻ നടക്കുന്നവരെയും തിരിച്ചറിയാം. അവരെ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിക്കാം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.